Please subscribe and click on the bell icon for more videos. നമസ്കാരം, FundEd360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം, നമ്മൾ സാധാരണ ട്രേഡിംഗ് ടെർമിനലിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പം സംഭവിക്കാവുന്ന സാധാരണ മിസ്റ്റേക്സ് ആണ്. എല്ലാവർക്കും എല്ലാ സമയവും എപ്പോഴും സംഭവിക്കണം നിർബന്ധമില്ല, പക്ഷേ സംഭവിക്കാൻ പോസിബിലിറ്റി ഉള്ളതാണ്. പലപ്പോഴും പലരും ഇങ്ങനെ സംഭവിച്ചായിട്ടുള്ള പറഞ്ഞിട്ടുമുണ്ട്, ചിലതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പം പെൻഡിങ് ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാൻ മറന്നു പോകും. ഉദാഹരണമായിട്ട് നമ്മുടെ ഹോൾഡിങ്ങിലുള്ള കുറച്ച് ഷെയർസ് വിൽക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമുക്ക് റിലയൻസ് എടുക്കാം. റിലയൻസ് നമ്മൾ നോക്കി, അപ്പം 2510 രൂപ നമ്മൾ വിചാരിക്കും, നോക്കി നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്തേക്കാം 2600. അങ്ങനെ ഒരു 100 റിലയൻസ് ഇൻഡസ്ട്രീസ് 2600 സെൽ ഓർഡർ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ട്രേഡുകളുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരു ന്യൂസ് കേൾക്കുന്നത് റിലയൻസിനെ കുറിച്ച് എന്തെങ്കിലും മോശമായത്. അപ്പോൾ ഇനി അത് താഴേക്ക് പോകുമെന്നുള്ള പെട്ടെന്നുള്ള വിചാരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കരുതുന്നു, ശരി എന്നാൽ ഇതിൻ്റെ പകുതി വിറ്റിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം. അങ്ങനെ ഒരു 100 അവിടെ ഓർഡർ പ്ലേസ് ചെയ്തു. കറണ്ട് മാർക്കറ്റ് പ്രൈസിന് അങ്ങ് വിറ്റു. നമ്മൾ സന്തോഷമായിട്ടിരുന്നു. പക്ഷേ ദിവസം മുഴുവൻ ഇരിക്കുന്നത് കൊണ്ട് മാർക്കറ്റ് ഫ്ലക്ച്വേഷനൊക്കെ നടന്നു. പെൻഡിങ് ഓർഡറായിട്ട് അവിടെ കിടന്ന 100 ഓർഡർ ആദ്യം കൊടുത്തത് അതും എക്സിക്യൂട്ടായി. എഫക്റ്റീവ്ലി 100 വിൽക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ 200 പോയി. ഇത് തിരിച്ച് ഇൻട്രാഡേക്ക് ചിലപ്പം കവർ ഓർഡർ കൊടുത്തതിന് ഇതുപോലെയൊക്കെ പെൻഡിങ് ഓർഡേഴ്സ് പലതും എക്സിക്യൂട്ട് ആയിട്ടും സ്ക്വയർ ഓഫും ചെയ്തിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ ഭീമമായിരിക്കും. അപ്പോൾ ഇതുപോലെ പെൻഡിങ് ഓർഡേഴ്സ് പലപ്പോഴും ചിലപ്പോഴൊക്കെ ചില സമയത്ത് പലരെയും പറ്റിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ, സ്ഥിരമായി ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ 3 മണിയൊക്കെ ആകുമ്പോൾ പെൻഡിങ് ഓർഡേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് എടുത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തത് വളരെ ലളിതമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇടുന്ന സീറോസ് കൂടിയും കുറഞ്ഞൊക്കെ ചിലപ്പോൾ പോകും. 1000 എണ്ണം സെല്ല് ചെയ്യേണ്ടതിന് പകരം ചിലപ്പോൾ 10,000 എണ്ണം സെല്ല് കൊടുക്കും. ചില ബ്രോക്കേഴ്സൊക്കെ എസ്പെഷ്യലി വളരെയധികം ലെവറേജ് ഒക്കെ കൊടുക്കുന്ന പല ബ്രോക്കേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ലെവറേജ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന ചില കുഞ്ഞു ബ്രോക്കേഴ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാതെ തന്നെ ട്രേഡിംഗ് വോളിയം കൂട്ടാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഉള്ളതിന് പകരം 1000-ന് പകരം 10,000 എന്ന് പറഞ്ഞിട്ട് ഒരു 0 കൂടി കൂടുതലിട്ട് കഴിഞ്ഞാൽ എല്ലാം എക്സിക്യൂട്ടായി പോകും, പ്രത്യേകിച്ച് ഇൻട്രാഡേയിൽ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത അഥവാ നമ്മുടെ ടോട്ടൽ റിസ്ക് ആപ്പിറ്റൈറ്റിന് അത് ചിലപ്പോൾ കടന്നു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇതുപോരാതെ ചിലപ്പോൾ ഡെലിവറിക്കാണെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ നിങ്ങളിട്ട 0 കണക്കാക്കിയിട്ട് അക്കൗണ്ടിൽ നിന്ന് പണം പോകും. അപ്പോൾ ഇൽ പ്രപ്പോർഷൻഡ് ആയിട്ട് ചിലപ്പം ചില സ്റ്റോക്കുകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടുതലായിട്ട് ചിലപ്പോൾ വന്നേക്കാം. മൂന്നാമത്തെ ഒരു തെറ്റ് സംഭവിക്കുന്ന സാധാരണ രീതിയിൽ കണ്ടമാനം ഇൻട്രാഡേയും ഡെലിവറി ട്രേഡുകളൊക്കെ ഒരേ ദിവസം തന്നെ ചെയ്യുന്നവർ. ഇവർക്ക് ഇൻട്രാഡേ ട്രേഡുകളും ഡെലിവറി ട്രേഡുകളും തമ്മിലൊക്കെ മാറിപ്പോകുന്ന ഒരു വഴിയുണ്ട്. മാറിപ്പോകുന്നത് മാത്രമല്ല, മിക്ക ബ്രോക്കിംഗ് ഹൗസിൻ്റെ ഇൻ്റർഫേസിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് അതേപോലെ തന്നെ എളുപ്പത്തിന് വേണ്ടി മുമ്പോട്ട് കാണിച്ചു തരും ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ അവസാനമായിട്ട് ചൂസ് ചെയ്തത് ഇൻട്രാഡേയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു 100 ഷോർട്ട് സെല്ല് ചെയ്യുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ എന്നിട്ട് ഷോർട്ട് സെല്ല് ചെയ്തു. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് അദാനി എൻ്റർപ്രൈസസ് ഒരു 500 വാങ്ങിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് അതിൻ്റെ അകത്ത് ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങൾ 500 ഇട്ടു, അദാനി എൻ്റർപ്രൈസ് നിങ്ങൾ വാങ്ങി. പക്ഷേ ബ്രോക്കർ അത് കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദ ഡേക്ക് മുമ്പ് അത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ചില തെറ്റുകളൊക്കെ നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് കടന്നുകൂടാനുള്ള വഴികളുണ്ട്. ഇതിനെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് സെൽ ഓർഡറും ബൈ ഓർഡറും തമ്മിൽ മാറിപ്പോകുന്നതും. ഇങ്ങനെ മാറിപ്പോകുന്നവരെയും കണ്ടിട്ടുണ്ട്. കാരണം ഡിഫോൾട്ടായിട്ട് ചിലപ്പം ഇതിനു മുമ്പുള്ളത് സെല്ലെന്ന് പറഞ്ഞിട്ടായിട്ട് വന്നിട്ടുണ്ടാവുക, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ബൈ ആണ്. അപ്പോൾ നിങ്ങൾ സെല്ലിന് പകരം ബൈ ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ മാറിപ്പോകുന്ന ഒന്നാണ് എക്സ്ചേഞ്ച്. അത് ഇൻട്രാഡേക്കാണ് പ്രധാനമായും വലിയ കുഴപ്പമായിട്ട് വരുന്നത്. NSEയിൽ സെല്ല് ചെയ്തു, പക്ഷേ നിങ്ങൾ അടുത്തത് ചിലപ്പോൾ BSEയിൽ പോയിട്ടായിരിക്കും ബൈ ചെയ്യുന്നത്. കവർ ഓർഡറൊക്കെ നേരെ തല തിരിച്ചു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് പലപ്പോഴും പറ്റിപ്പോകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ചാർട്ടിൽ മാത്രം നോക്കിയിരിക്കുമ്പോൾ കഴിയുന്നതും പെട്ടെന്ന് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ധൃതിയിൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ വൈറ്റലായിട്ടുള്ള പല ഡേറ്റയും നോക്കാൻ വിട്ടുപോകും. ഇതുപോലത്തെ അത്ഭുതങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു 1000 ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 1-2 പറ്റിയിരിക്കാൻ എല്ലാവർക്കും വഴിയുണ്ട്, പ്രത്യേകിച്ച് സ്ഥിരമായി ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചാണ്. ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് പരിചയമുണ്ടാവും. പലപ്പോഴും നമ്മൾ ട്രയൽ റണ്ണൊക്കെ ചെയ്ത് നോക്കാറ് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ അക്കൗണ്ടിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത വല്ല ഡെമോ അക്കൗണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു API ഹോട്ട് ലിങ്ക് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ചെയ്ത് നോക്കാറ്. അപ്പോൾ നമ്മൾ രാത്രിക്ക് ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഓർഡറൊക്കെ നമ്മൾ ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഫൈൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റെസ്പോൺസ് ടൈമൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ അനലൈസൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇരിക്കും, ഇതൊക്കെ ട്രിഗർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ആമി ബ്രോക്കറൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും?
എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണ്, നമ്മളെല്ലാം അണച്ചു വെച്ച് സിസ്റ്റം പൂട്ടി വെച്ച് നമ്മൾ പോയി കിടന്നുറങ്ങും. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ട്രേഡിംഗ് നടക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രോക്കറും അവരുടെ ഹോട്ട് ലിങ്ക്സും ചിലപ്പോൾ വേറെ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ട്രയൽ റൺ നടത്തിയിരിക്കുന്നത് നമ്മൾ ചിലപ്പം ഏഞ്ചൽ ബ്രോക്കിംഗ് വെച്ചിട്ടാകാം. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ട്രേഡ് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് സെറോധയാകാം. പക്ഷേ നമ്മൾ ഹോട്ട് ലിങ്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ സെറോധയുടെ ഹോട്ട് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ പിറ്റേ ദിവസം എന്ത് സംഭവിക്കും? ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഏഞ്ചലിലും നമുക്ക് ഫണ്ട്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന അലർട്ടൊക്കെ വരുമ്പോഴേ നമ്മൾ പിന്നെ വിവരം അറിയൂ. അപ്പം ആൽഗോ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഉള്ള ഒരു മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഓഫ് മാർക്കറ്റ് അവേഴ്സിൽ നടക്കുന്ന ട്രയൽ റൺസ് അല്ലെങ്കിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നടക്കുന്നതൊക്കെ നിങ്ങൾ ഹോട്ട് ലിങ്ക്സ് ഡിസ്കണക്ട് ചെയ്തു, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ അകത്തേക്ക് രണ്ടാമത് എസ്റ്റാബ്ലിഷ് ചെയ്തു API കീസ് എന്നുള്ളത് ഉറപ്പാക്കുക. അവസാനമായി മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനു മുമ്പ് അനൗൺസ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ചാനലിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. മലയാളം ചാനലിൽ കൂടുതലായിട്ട് ഒരു എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, ബോധവൽക്കരണം എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. ഇംഗ്ലീഷ് ചാനൽ അങ്ങനെയുള്ള കൂടുതലായിട്ട് അനലിറ്റിക്സും അനലിസ്റ്റ് ഔട്ട്പുട്സുമാണ്, കൂടുതലായിട്ടുള്ള സ്റ്റോക്ക് അനാലിസിസും അതുപോലെയൊക്കെ ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.